നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നവീകരിച്ച മീറ്റിംഗ് ഹാൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ മികച്ച നിലയിൽ പ്രവർത്തനം നടത്തിവരുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ നല്ലൊരു മീറ്റിംഗ് ഹാൾ അനിവാര്യമാണ്. നവീകരിച്ച ഹാൾ പ്രവർത്തനങ്ങൾ കൂടുതൽ സഹായിക്കുവാൻ, വിപുലീകരിക്കുവാനൊക്കെ തന്നെ ഏറെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ നവീകരിച്ച ഹാൾ കോഴിക്കോട്ടെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നാടിൻ്റെ വികസനം ശക്തിപ്പെടുത്താനും ഏറെ സഹായകരമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ഏതൊരു വികസന പ്രവർത്തനം നടത്തണമെങ്കിലും നമ്മുടെ ആലോചനാ യോഗങ്ങളെല്ലാം തന്നെ വളരെ മാനസികമായിട്ടും തന്നെ വലിയ ഉല്ലാസം ലഭ്യമാവുന്ന രീതിയിലും എല്ലാം തന്നെ ആയിരുന്നെങ്കിൽ മാത്രമാണ് ഏതൊരു വികസന പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ഹാൾ നമ്മളിവിടെ നവീകരിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KV റീന, PP നിഷ, P സുരേന്ദ്രൻ, മെമ്പർമാരായ NM വിമല, MP ശിവാനന്ദൻ, സുരേഷ് മാസ്റ്റർ, PM ലീന, PT പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ് സ്വാഗതവും സെക്രട്ടറി TG അജേഷ് നന്ദിയും പറഞ്ഞു. വളരെ വേഗതയിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, സിവിൽ വർക്ക്, മറ്റ് ഇലക്ട്രിക് വർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നിർവഹിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസത്തെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം കോഴ്സുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അവസരവും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. ഫോൺ 7994449314. കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് ആവശ്യത്തിനായി പ്രതിമാസ വാടക കരാറിൽ ഓടാൻ 5 സീറ്റ് AC കാറിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 22 വൈകിട്ട് 3-നകം നൽകണം. ഫോൺ 045523736660. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന നൈപുണ്യ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ഉറപ്പ് നൽകാനും തയ്യാറുള്ള സ്വകാര്യ സംരംഭകരിൽ നിന്ന്, സർക്കാർ ഏജൻസികളിൽ നിന്നും, സർവകലാശാലകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. 3 മുതൽ 6 മാസം വരെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾക്കാണ് ആനുകൂല്യം അനുവദിക്കുന്നത്. ഒരാൾക്ക് സ്റ്റൈപ്പൻഡ്, ഫീസ് എന്നിവ ഉൾപ്പെടെ പരമാവധി 25,000 രൂപ അനുവദിക്കും. പദ്ധതിയുമായി സഹകരിക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് മുഖേന ഓഗസ്റ്റ് 15-നകം അപേക്ഷിക്കണം. ഫോൺ 047127277378, 047127277379. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, പ്രായപരിധി 35 വയസ്സ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 20 വൈകിട്ട് 5 മണി. ഫോൺ 0496259272. മൊബൈൽ 9745426320. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലെ അൺഅറ്റാച്ച്ഡ് തൊഴിലാളികളും നിലവിൽ അംശദായം അടച്ചുകൊണ്ടിരിക്കുന്ന സ്കാറ്റേർഡ് തൊഴിലാളികളും ഓഗസ്റ്റ് 31-നകം AIIS രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ജില്ലാ ചെയർമാൻ അറിയിച്ചു. അക്ഷയ കേന്ദ്രം വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഫോൺ 0495236680. കേരളത്തിലെ മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ വാങ്ങാൻ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു.
സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റുകൾ വഴി ലഭിക്കും. ഫോൺ 049523777786. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.